സ്റ്റഡി പ്ലാനിലേക്ക് വരുമ്പോൾ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. പ്ലസ് ടു ഇംപ്രൂവ്മെന്റ് സ്റ്റഡി പ്ലാൻ ചെയ്യുന്നവർക്ക് ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. അല്ല, അത് മാത്രം ഞാൻ പറയില്ല സാറേ, ഒരിക്കലും അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. സോ നിങ്ങൾ ഇങ്ങനെ പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബേർഡൻ കുറയും. അതേപോലെ തന്നെ വെൽക്കം ബാക്ക് ടു റൈസ് ഈഗൾ. മക്കളെ, പ്ലസ് ടു സ്റ്റുഡൻസിന് വേണ്ടി നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ആരൊക്കെയാണ് ഇംപ്രൂവ് ചെയ്യേണ്ടതെന്നുള്ളത്. സോ ആ വീഡിയോയുടെ താഴത്ത് ഏറ്റവും കൂടുതൽ വന്ന കമന്റ് ആണ് മാത്സിന് ഒരു ഇംപ്രൂവ്മെന്റിന് ഒരു ക്ലിയർ കട്ട് സ്റ്റഡി പ്ലാൻ വേണമെന്നുള്ളത്. സോ ആ സ്റ്റഡി പ്ലാനുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത്. നിങ്ങൾ ആഗ്രഹിച്ച സ്റ്റഡി പ്ലാൻ ആയിരിക്കും. സോ അതിനും ഒരു കാര്യം ചെയ്തു സാറേ, നമുക്ക് വെയിറ്റേജ് ഒന്ന് പറഞ്ഞു കൊടുക്കാം. ഓൾറെഡി അതെ, ഇവർ പഠിച്ചതാണ്, എന്നാലും വെയിറ്റേജ് കിടക്കട്ടെ. 14 ചാപ്റ്റേഴ്സിന്റെ വെയിറ്റേജ് ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ടേക്ക് എ സ്ക്രീൻഷോട്ട്. ഓക്കെ, ഓരോന്നായിട്ട് നമ്മൾ പറയുന്നില്ല, ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. റെഡി അല്ലേ? ഇനിയാണ് നമ്മള് സ്റ്റഡി പ്ലാനിലേക്ക് കിടക്കുന്നത്. സ്റ്റഡി പ്ലാനിലേക്ക് വരുമ്പോൾ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. പ്ലസ് ടു ഇംപ്രൂവ്മെന്റ് സ്റ്റഡി പ്ലാൻ ചെയ്യുന്നവർക്ക് ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. ഹാപ്പി ന്യൂസ് ആണ് നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഞങ്ങൾക്ക് അറിയില്ല, എന്നാലും നിങ്ങൾ ഓൾറെഡി അത് ആലോചിച്ച് വെച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവും. പ്ലസ് ടുവിന്റെ ലാസ്റ്റ് എക്സാം എന്ന് പറഞ്ഞാൽ മാർച്ച് 19 അതായത് സെക്കൻഡ് ലാംഗ്വേജ് കംപ്ലീറ്റ് പരിപാടി പ്ലസ് ടുവിന്റെ കഴിഞ്ഞ. പിന്നെ പ്ലസ് വണ്ണിന്റെ നിങ്ങളുടെ ഇംപ്രൂവ്മെന്റ് എക്സാം വരുന്നത് മാർച്ച് 25 അതായത് 5 days നിങ്ങൾക്ക് എന്ത് കിട്ടും, ഒരു ഗ്യാപ്പ് കിട്ടും പഠിക്കാൻ വേണ്ടി. ഇനി 19 നിങ്ങൾ എക്സാം കഴിഞ്ഞൊന്ന് പഠിക്കാനിരിക്കുകയാണെങ്കിൽ 6 ദിവസം നമുക്ക് പഠിക്കാൻ സമയം കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതുമായി റിലേറ്റ് ചെയ്ത് നമുക്ക് ഒരു കിഡിലൻ സ്റ്റഡി പ്ലാൻ ദിവസം മാത്രം പഠിച്ചാൽ മതിയോ? അതാണ് സാർ പറയുന്നത്. അല്ല, അത് മാത്രം ഞാൻ പറയില്ല സാറേ, ഒരിക്കലും അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. അതായത് 6 ദിവസം പഠിക്കേണ്ട ചാപ്റ്റേഴ്സും അതിന് മുമ്പ് പഠിക്കുന്ന ചാപ്റ്റേഴ്സും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി. ഇത് മുന്നേ പഠിക്കുന്ന ചാപ്റ്റർ. അതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ സിമ്പിൾ ആയിട്ട് പറയാൻ പോവാണ്. ഈ സ്ട്രാറ്റജി നിങ്ങൾ ക്ലിയർ ആയിട്ട് ഫോളോ ചെയ്താൽ ഉറപ്പായിട്ട് പറയുന്നു ഇംപ്രൂവ് ചെയ്യാൻ. ഇതിന് ലോജിക് ഉണ്ട്, ഈ പറഞ്ഞതിന് ലോജിക് ഉണ്ട്. ഇങ്ങനെ പഠിക്കുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആവുന്നത് നിങ്ങൾക്ക് തന്നെ തോന്നുന്നു. നോക്കോ. ഓക്കെ, സോ സ്റ്റഡി അലോങ് പ്ലസ് ടു. അതായത് പ്ലസ് ടുവിന് നിങ്ങൾ ഇപ്പൊ എന്തായാലും ബോർഡ് എക്സാം ചെയ്തിട്ടുണ്ടല്ലോ, അതിന്റെ കൂടെ നിങ്ങൾ ചെയ്യേണ്ട ചാപ്റ്റേഴ്സ് ആണ് ഈ ഫംഗ്ഷൻസ്, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്, ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസ്, ലീനിയർ ഇൻഇക്വാലിറ്റി, കോണിക്സ്, ലിമിറ്റ്സ്, പ്രോബബിലിറ്റി 3D. ഈ ചാപ്റ്ററിന്റെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ചാപ്റ്റേഴ്സിന്റെ പ്രത്യേകത. സോ ഈ ചാപ്റ്റേഴ്സ് ഓൾറെഡി 12th കണക്റ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. സോ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ നിങ്ങൾക്ക് അറിയാലോ 12th ഉണ്ട്. സോ ഇതിൽ 12th ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിലേഷൻ, ഡൊമൈൻ, റേഞ്ച്, ഈ സാധനങ്ങളൊക്കെ 12th നിങ്ങൾക്ക് ആവശ്യമുണ്ട്. സോ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവും. ട്രിഗ്നോമെട്രിയിലെ കംപ്ലീറ്റ് ഐഡന്റിറ്റീസിന്റെ മേലെയാണ് 12th നിൽക്കുന്നത്. എല്ലാ ചാപ്റ്ററിലും ട്രിഗ്നോമെട്രി ആവശ്യം ഉണ്ടാവും. സോ അതേപോലെ തന്നെ ലീനിയർ ഇൻഇക്വാലിറ്റി, കോണിക്സും പലതായിട്ടല്ലേ അവർക്ക് എവിടെയൊക്കെ ആപ്ലിക്കേഷനും ഡെറിവേറ്റീവ്സിലും ആപ്ലിക്കേഷനും ഇന്റഗ്രൽസിലും മേബി ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ വരെ ആവശ്യം വരുന്നുണ്ട്. സാർ പറഞ്ഞാൽ അവിടെ വരെ കോണിക് ആവശ്യം ഉണ്ടാവുക. ലിമിറ്റ്സ് നിങ്ങൾക്ക് അറിയാലോ, ലിമിറ്റ്സ് ഇല്ലാതെ കണ്ടിന്യൂറ്റി തൊടാൻ വേണ്ടി പറ്റില്ല. കാൽക്കുലസ് ഇല്ല അവിടെ, പിന്നെ കാൽക്കുലസ് ഇല്ല. സോ ഈ ചാപ്റ്റേഴ്സ് ഒക്കെ ഇതൊക്കെ 12th കണക്റ്റഡ് ആയ ചാപ്റ്റേഴ്സ് ആണ്. സോ ഈ ചാപ്റ്റർ ആണെങ്കിൽ ഇപ്പൊ പഠിക്കേണ്ടത്, അല്ലാതെ ഈ ചാപ്റ്റേഴ്സ് അല്ല. സോ നിങ്ങൾ ഇങ്ങനെ പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബേർഡൻ കുറയും. അതേപോലെ തന്നെ പ്ലസ് ടുവിലെ കൺസെപ്റ്റ് ക്രിസ്റ്റൽ ക്ലിയർ ആവുകയും ചെയ്യും. ക്ലിയർ ആവാൻ വേണ്ടി ആ ചാപ്റ്റേഴ്സ് യൂസ്ഫുൾ ആവും. അപ്പൊ നമുക്ക് 7 ചാപ്റ്റേഴ്സ് എന്ത് തോന്നുന്നു, സ്റ്റഡി അലോങ് പ്ലസ് ടു വന്നു കഴിഞ്ഞു. ഇനി റിമൈനിങ് 7 ചാപ്റ്റേഴ്സ് ഇല്ലേ, ആക്ച്വലി 7 ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സെറ്റ്സ്, കോംപ്ലക്സ്, പെർമുറ്റേഷൻ, ബൈനോമിയൽ, സീക്വൻസ്, സ്ട്രൈറ്റ് ലൈൻ, സ്റ്റാറ്റി. ഈ ചാപ്റ്റേഴ്സ് ആക്ച്വലി പഠിക്കാൻ വളരെ സിമ്പിൾ ആണ്. അതിൽ 1-2 ചാപ്റ്റർ ഉണ്ടാവും, മേ ബി പെർമുറ്റേഷൻ, കോമ്പിനേഷനും, സീക്വൻസ് സീരീസും, സ്ട്രൈറ്റ് ലൈൻസും പറയാൻ പറ്റും. ബാക്കിയുള്ള സെറ്റ്സ് ആയാലും കോംപ്ലക്സ് നമ്പേഴ്സ് ആയാലും ബൈനോമിയൽ ആയാലും സ്റ്റാറ്റി ആയാലും ഒക്കെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റിയ ചാപ്റ്റേഴ്സ് ആണ്. അതും ആൾജിബ്രയ്ക്കിൽ വരുന്ന ചാപ്റ്റേഴ്സ് ആണ്. ഇതിനോട് അധികം കണക്റ്റഡ് അല്ല. അതിൽ ഈ ചാപ്റ്റേഴ്സ് ഒക്കെ ഏതാണ്ട് ഒരേ സ്വഭാവമുള്ള ചാപ്റ്റർ ആണ്. അതൊക്കെ ഒരുമിച്ച് പഠിക്കാൻ ശ്രമിക്കുക. കോംപ്ലക്സ്, പെർമ്യൂട്ടേഷൻ, ഇതൊക്കെ ആൽജിബ്ര ആണ്. സീക്വൻസും ഏകദേശം ഒരേ സ്വഭാവമുള്ള ചാപ്റ്റേഴ്സ് ആണ്. ഓക്കെ, സോ ഇത് 12th ഒട്ടും കണക്റ്റഡ് അല്ലാതെ കിടക്കുന്നു. എന്നാലും ഈ നമുക്ക് വരുന്ന ഗ്യാപ്പില്ലേ, പ്ലസ് ടു എക്സാം കഴിഞ്ഞ ശേഷം 19th മുതൽ വരുന്ന ഗ്യാപ്പ്, ആ ഗ്യാപ്പിൽ സിമ്പിൾ ആയിട്ട് കവർ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞാൽ 12th ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിപ്പോ. ആക്ച്വലി സാർ ഞാൻ കാര്യം പറയട്ടെ, ഇതിലിപ്പോ പഠിക്കുകയാണെങ്കിൽ കാര്യമായിട്ട് അവർക്ക് ടൈം സ്പെൻഡ് ചെയ്യുക പെർമുറ്റേഷൻ, കോമ്പിനേഷനും, സീക്വൻസും, സ്ട്രൈറ്റ് ലൈൻ ആണ്. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ അങ്ങനെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പഠിക്കാനുള്ള. കോംപ്ലക്സ് ആയാലും പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഈ സ്റ്റാറ്റി ആണെങ്കിൽ ഈവൻ നിങ്ങൾക്ക് ആകെ വേരിയൻസും സ്റ്റാൻഡേർഡ് ഡിവിഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയൊക്കെ പഠിക്കാനുള്ളൂ. അപ്പൊ ഇത്രയുമാണ് നമുക്ക്. വേറൊരു കാര്യം, 19th തീയതിക്ക് ശേഷം യൂട്യൂബിൽ എന്തായാലും നമ്മുടെ ക്ലാസ്സസും ഉണ്ടാവും. ഇംപ്രൂവ്മെന്റിന് വേണ്ടി മാത്രമായിട്ട് എടുക്കുന്ന ക്ലാസ് അല്ല, പ്ലസ് വണ്ണിന് വേണ്ടി എടുക്കുന്ന ക്ലാസ് ആണ്. ബട്ട് അത് നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾക്ക് ഇപ്പൊ മുതൽ നമ്മുടെ പ്ലസ് 1 ചാനൽ ഓൾറെഡി പ്ലസ് 1 ചാനൽ ഉണ്ടാവും. എന്നാലും ഞങ്ങൾ പറയുകയാണ്, ഇപ്പൊ മുതൽ പ്ലസ് 1 ചാനൽ ഫോളോ ചെയ്യുക. പ്ലസ് 1 ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. എന്തായാലും ഇംപ്രൂവ്മെന്റിന് വേണ്ടിയുള്ള ക്ലാസ്സസ് ഉണ്ടാവും. ഒരു കാര്യം പറയുന്നത്, ഇനി ടൈം മാനേജ്മെന്റിനെ കുറിച്ച് നമ്മൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്ലസ് ടുവിന്റെ കൂടെ ഇംപ്രൂവ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിനെക്കുറിച്ച് വീഡിയോ നമ്മുടെ ഗൗതമി ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോ നിങ്ങൾക്ക് ടൈം മാനേജ്മെന്റിനെ കുറിച്ച് അറിയണമെങ്കിൽ ചെക്ക് ഔട്ട് ചെയ്യലേ.
സോ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. സോ സ്റ്റഡി പ്ലാൻ മറക്കണ്ട, ഇങ്ങനെ പഠിക്കുക, ഉറപ്പായിട്ടും ഇംപ്രൂവ്മെന്റ് ചെയ്യാം. പിന്നെ അതേപോലെ വെയിറ്റേജ് നോക്കി വേണമെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാം. അത് സ്കിപ്പ് ചെയ്യണം തോന്നുന്നുണ്ടെങ്കിൽ ഈ കംപ്ലീറ്റ് നമ്മൾ ഒരിക്കലും അത് സജസ്റ്റ് ചെയ്യുന്നില്ല. കാരണം നിങ്ങൾക്ക് ഫുൾ മാർക്കാണ് വേണ്ടെങ്കിൽ 100%ലേക്കൊക്കെ മാർക്ക് വേണ്ട കുട്ടികളാണെങ്കിൽ ഒരു ചാപ്റ്റർ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ വേണ്ടി പറ്റൂല. പിന്നെ നിങ്ങളുടെ മാർക്ക് വളരെ കുറവാണ്, ഓക്കെ, +1 ജസ്റ്റ് നിങ്ങൾ പാസ് ആയിട്ടുള്ളൂ, നിങ്ങൾക്ക് മാത്സ് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടാണെങ്കിൽ വെയിറ്റേജ് നോക്കിയിട്ട് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ചിട്ട് നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ചാപ്റ്റർ സ്കിപ്പ് ചെയ്യുക. നമ്മൾ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല ഈ ചാപ്റ്റർ ആണ് സ്കിപ്പ് ചെയ്യുന്നത്. കാരണം ഓരോ കുട്ടിക്കും ഡിഫിക്കൽട്ട് ആവുന്നത് ഓരോ പോലെ ആയിരിക്കും. സോ തീരെ മാത്സ് അറിയാത്ത കുട്ടികളാണ്, അങ്ങനെയാണ് നമുക്ക് എങ്ങനെയെങ്കിലും ഒരു ഡീസന്റ് മാർക്കിലേക്ക് എത്തിയാൽ മതി എന്നുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ നോക്കിയിട്ട് നിങ്ങളൊരു ഐഡിയക്ക് നിങ്ങൾ ഏതെങ്കിലും ചാപ്റ്റർ ഒക്കെ സ്കിപ്പ് ചെയ്യാം. സോ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങളൊക്കെ കമന്റ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.